ഹായ് വിവോസ് രേഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു എലൈൻ ടോപ്പാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എലൈൻ ടോപ്പ് കട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. ഇതിപ്പോൾ 2.5 മീറ്റർ മെറ്റീരിയൽ ഉണ്ട്. സ്ലബ് കോട്ടൺ മെറ്റീരിയലാണ്. ഇതിപ്പോൾ വി നെക്കും പഫ് കൈയുമാണ് ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ കട്ട് ചെയ്യുമ്പോൾ എല്ലാം കാണിക്കുന്നതായിരിക്കും. കൃത്യമായിട്ടും എല്ലാവരും വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ടോപ്പ് തയ്ക്കാൻ ഉള്ള ഒരു ധൈര്യം കിട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തുണി ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇതുപോലെ ആദ്യം രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ 4ആയിട്ട് ഓപ്പൺ സൈഡ് ഇങ്ങനെ മുകളിൽ വരുന്നതായിട്ട് രീതിയിലാണ് ഞാനിപ്പോൾ മടക്കിയിട്ടിട്ടുള്ളത്. ഇതുപോലെ ആദ്യം മടക്കിയിടണം. നമുക്ക് ആദ്യം ടോപ്പിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ആദ്യം മാർക്ക് ചെയ്യാം. ടോപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട് ഇത് ഏറ്റവും മുകളിൽ ടേപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് എനിക്കിപ്പോൾ 40 ഇഞ്ച് ഇറക്കമാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് 40 ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 41.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ ലെങ്ത് എത്രയാണെന്ന് നോക്കണം. ഷോൾഡർ നോക്കാനായിട്ട് ഇവിടെ ഇതുപോലെ ഇങ്ങനെ ടേപ്പ് പിടിച്ചിട്ട് ഇങ്ങോട്ട് 7 മാർക്ക് ചെയ്യുക. അപ്പോൾ നല്ല ഒരുവിധം നോർമൽ സൈസിലുള്ള ചുരിദാറൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും 7 ഷോൾഡർ തന്നെ കൊടുത്താൽ മതി. അതിനുശേഷം ഒരു ടാപ്പ് വെച്ചിട്ട് താഴേക്ക് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടി കൊടുക്കുക. അതിനുശേഷം ഒരു 1 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഇതിൻ്റെ കോണിൽ നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 2.25 ഇതിൻ്റെ പകുതി അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് ഇതുപോലെ ഒരു കർവ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കൈക്കുഴി. എന്നിട്ട് എനിക്കിപ്പോൾ 7 ഇഞ്ച് കൈക്കുഴിയാണ് എനിക്ക് ആവശ്യം. 7 ഇഞ്ച് അല്ല, ഒരു 7.5 ഇഞ്ച് കൈക്കുഴി ഞാനിപ്പോൾ ഈ ചുരിദാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷോൾഡർ ഇങ്ങനെ വരച്ചതിന് ശേഷം ഷോൾഡറിൽ ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് നോക്കണം. വണ്ണവും കൂടി മാർക്ക് ചെയ്തിട്ട് അത് നോക്കാം. ഇതിപ്പോൾ 32 ഇഞ്ച് വണ്ണമാണ് ഈ ടോപ്പ് തയ്ക്കാൻ എനിക്ക് ബോഡിയിൽ നിന്ന് ഞാൻ അളവെടുത്തിട്ടുള്ളത്. അപ്പോൾ 32ൻ്റെ കൂടെ 4 ഇഞ്ച് നമ്മൾ ഏത് ചുരിദാറായാലും ബ്ലൗസ് ആയാലും നമ്മൾ കട്ട് ചെയ്യാൻ ബോഡിയിൽ നിന്ന് അളവെടുത്തതിന് ശേഷം അതിനോടൊപ്പം ഒരു 4 ഇഞ്ച് കൂട്ടിയിടണം. കൂട്ടിയിട്ടിട്ട് വേണം നമ്മൾ അതിനോടുകൂടി 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമുക്ക് എത്രയാണ് ആവശ്യമെന്ന് വെച്ചാൽ തയ്യൽ തുമ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 32 ഇഞ്ചാണ് എനിക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയ അളവ്. അപ്പോൾ 32 + 4 അപ്പോൾ എത്രയായിട്ട് 36. അപ്പോൾ 36ൻ്റെ 4/1 എനിക്ക് കിട്ടേണ്ടത്. 36ൻ്റെ 4/1 എത്രയാണ്? 9 ഇഞ്ചാണ് എനിക്ക് വണ്ണം മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നും ഇതിലേക്ക് നമ്മൾ 9 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് കറക്റ്റായിട്ട് ബോഡിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വണ്ണം. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പോയിൻ്റ് വരെ നമ്മൾ ഈ ടാപ്പ് വെച്ച് ഇങ്ങനെ കൈക്കുഴി ഇളക്കുമ്പോൾ 7.5 ഇഞ്ച് കൈക്കുഴിയാണ് എനിക്ക് ആവശ്യം ഈ ചുരിദാറിന്. അപ്പോൾ 7.5 ഇഞ്ച് കൈക്കുഴി ഇവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഇത് തയ്യൽ തുമ്പിന് ഷോൾഡർ അടിക്കുമ്പോൾ അത് പോവും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരെ 6.5 ഉള്ളൂ. അപ്പോൾ 6.5 പോരാ, 7.5 വേണം. 7.5 വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ലൈനിനെ കുറച്ചും കൂടി ഇങ്ങോട്ട് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചിട്ട് ഇതുപോലെ നമ്മൾ അളന്ന് നോക്കുക. അപ്പോൾ എത്രയുണ്ടെന്ന് നോക്കണം. ഇപ്പോൾ കറക്റ്റ് 7.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അളവിനാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ
ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയെടുക്കണം. ആദ്യം കുറച്ച് വെട്ടുക, കുറച്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്തതിന് ശേഷം അളന്ന് നോക്കണം. അളന്ന് നോക്കിയിട്ട് കുറച്ച് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഇറക്കി മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് കറക്റ്റ് ഞാൻ വെട്ടിയെടുക്കാനുള്ള പോയിൻ്റ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഈ മാർക്കാണ് ഞാൻ വെട്ടിയെടുക്കണം. അപ്പം ഇവിടെയാണ് എനിക്ക് കറക്റ്റിനുള്ള പോയിൻ്റ് കിട്ടിയിട്ടുള്ളത് 9 ഇഞ്ച്. കറക്റ്റ് 9 ഇഞ്ചായപ്പോൾ എനിക്ക് അവിടെ 7.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് തയ്യൽ. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഷേപ്പാണ്. ഷേപ്പ് മാർക്ക് ചെയ്യാനായിട്ട് ഒരു 14, ഇത് പൊക്കം കുറഞ്ഞ കുട്ടിക്കായതുകൊണ്ട് 14 ഇഞ്ച് ഇവിടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് സ്ലിറ്റിന് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സ്ലിറ്റ് ചുരിദാറല്ല, ഇതുവരെ മാർക്ക് ചെയ്താൽ മതി. ഇത് കുറച്ചും കൂടി നമ്മൾ ഏലൈനാകുമ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി താഴോട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. കറക്റ്റ് ഇങ്ങനെ മുകളിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ഷേപ്പ് അങ്ങനെ കിട്ടാത്തതുപോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനൊരു 14.5 താഴേക്ക് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ. 14 സാധാരണ നമ്മൾ ചുരിദാറിന് ഇട്ട് കൊടുക്കുന്ന ഷേപ്പാണ്. ഇത് ഒരു 1/2 ഇഞ്ചും കൂടി താഴേക്ക് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഷേപ്പ് മുകളിൽ നമ്മൾ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. താഴ്ഭാഗത്ത് 9 എന്നുള്ളത് 1 ഇഞ്ച് കുറച്ചിട്ട് 8 ഇഞ്ച് ഇതെവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന്. എന്നിട്ട് ഈ 2 മാർക്കിങ്ങും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ പുറത്തുള്ള വര ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഇതുപോലൊരു ഷേപ്പ് ഇതെങ്ങനെ താഴ്ഭാഗത്ത് എത്തുമ്പോൾ ഒരു 2 ഇഞ്ചിന് ഇവിടെ ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒന്ന് ചരിച്ചൊരു മാർക്കിങ്ങും കൂടി. ഇത്രയാണ് ഒരു യാലിന് കുർത്തിക്ക് കട്ടിങ് ആയിട്ട് ഇത്രയേ വരുന്നുള്ളൂ. പിന്നെ ഇനി നെക്കിൻ്റെ കട്ടിങ്ങും സ്ലീവ് കട്ടിങ്ങും. നെക്ക് ഞാൻ വീക്കഴുത്താണ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് പഫ് സ്ലീവ് എന്ന് വെച്ചാൽ മുകളിൽ മാത്രം 2-3 പ്ലേറ്റ് വന്നിട്ട് 3/4 പോലത്തെ പഫ് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇട്ടിരിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.